ഒരു ദിവസം പാണ്ടൻ പൂച്ച പൂവനോട് വന്ന് പറഞ്ഞു, പൂവങ്കോഴി പൂവങ്കോഴി, നാളെ കാട്ടിൽ കലോത്സവമാണ്. നീ വരുന്നോ എൻ്റെ കൂടെ കാട് കാണാൻ? ഞാൻ നാളെ നേരത്തെ പോകും, എന്നെ കൊണ്ടുപോകണം. പാണ്ടൻ പൂച്ച സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റ്, നല്ല സുഗന്ധം, നല്ല തണുപ്പ് ഇത് കണ്ടപ്പോൾ പൂവൻകോഴിക്ക് സന്തോഷമായി. അവിടെ എത്തിയപ്പോൾ വണ്ണന്മാരുടെ താളത്തിനൊത്ത് പുള്ളിമാനുകൾ തുള്ളുന്നു, പച്ചക്കിളികൾ പാട്ടുപാടുന്നു, മൂളുകൾ മൂ മൂ മൂളുന്നു, മയിലുകൾ നൃത്തം ചെയ്യുന്നു. പെട്ടെന്നൊരു കുര കേട്ടു. വേട്ടക്കാരന്റെ പട്ടി കുറച്ചുകൊണ്ട് ഓടി വരുന്നു. ബോ ബോ ബോ. പാട്ടും കളികളും എല്ലാം നിലച്ചു. എല്ലാരും ഓടി ഒളിച്ചു. അതിന്റെ കൂട്ടത്തിൽ പാണ്ടനും ഓടി ഒളിച്ചു. പൂവൻകോഴി ഒറ്റയ്ക്കായി. പൂവൻകോഴി പേടിച്ചു വരച്ചു. അതാ വേട്ടക്കാരന്റെ പട്ടി കുറച്ചുകൊണ്ട് ഓടി വരുന്നു. തന്നെ ഇപ്പോൾ കടിച്ചു കീറും. ഒന്നും ആലോചിക്കാതെ ഇരുത്തുള്ള ബസ്സിലേക്ക് ചാടിക്കയറി. വേട്ടക്കാരന്റെ പട്ടി താഴെ കുറച്ചുകൊണ്ട് നിൽക്കുന്നു. രാത്രി പൂവൻകോഴി ഇറങ്ങിയില്ല. പട്ടി എപ്പോഴോ തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ പൂവൻകോഴി മരത്തുനിന്ന് മെല്ലെ ഇറങ്ങി വീട്ടിലേക്ക് ഒരു ഒറ്റോട്ടം. വീടിന്റെ പടിയെത്തിയപ്പോഴാണ് നമ്മുടെ പാണ്ടൻ പൂച്ച. പൂവൻകോഴി ശ്രദ്ധിച്ചില്ല, അകത്തേക്ക് കയറിപ്പോയി. ഒരാപത്ത് വരുമ്പോൾ ചങ്ങാതിമാരെ കൈ വെടിയും പറ്റും. കൂട്ടുകാരെ, നന്ദി, നമസ്കാരം.